അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന അന്യായമായ കാര്യം ചെയ്യാനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ MP-മാരെ MLA-മാരെ വിലക്ക് വാങ്ങിച്ച് തങ്ങളുടെ ഗവൺമെന്റിൽ ഉണ്ടാക്കുന്ന ഒരു ചരിത്രം ഈ കഴിഞ്ഞ 11 വർഷക്കാലമുള്ളതുപോലെ എപ്പോഴെങ്കിലും ഉണ്ട്? കോൺഗ്രസിന് നല്ലതുപോലെ അനുഭവമുള്ള കാര്യമാണല്ലോ അത്. അവർക്ക് ജനാധിപത്യത്തോട് തരിമ്പു സ്നേഹമില്ല. അവർക്കാകെ വേണ്ടത് അധികാര കസേരയാണ്. അതിനുവേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യും. ഇപ്പോ നമ്മുടെ തെരഞ്ഞെടുപ്പ് നിയമങ്ങളിൽ കൃത്യമായ വ്യവസ്ഥയുണ്ടല്ലോ. ഇവിടെ ഇപ്പോ ഷാവു പ്രസാദ് പറയുന്നത് കേട്ടാൽ തോന്നുക ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സംശുദ്ധ ഗവൺമെന്റ് വന്നിരിക്കുന്നു. ജനാധിപത്യത്തോട് ഇത്രയേറെ സ്നേഹമുള്ള മറ്റൊരു ഗവൺമെന്റ് ഇന്ത്യയിൽ വേറെയില്ല. ശുദ്ധ പോഷ്കല്ലേ. ഇതുപോലെ ജനാധിപത്യത്തെ വ്യഭിചരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ എപ്പോൾ ഉണ്ടായിട്ടുണ്ട്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാവയായിട്ട് ഉപയോഗിക്കുകയാണ്. ഇപ്പോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഞാൻ ചോദിക്കട്ടെ, എത്ര പരാതികൾ വന്നു നരേന്ദ്രമോദിക്കെതിരായിട്ട്? ഒരൊറ്റ പരാതിയിൽ ഒരു നോട്ടീസ് അയക്കാൻ ധൈര്യം നട്ടല് കാണിച്ചോ ഇലക്ഷൻ കമ്മീഷൻ? ആർക്കാ അവസാനം നോട്ടീസ് അയച്ചിരിക്കുന്നത്? BJP-യുടെ പ്രസിഡന്റിന് അല്ലേ? എന്നാൽ പ്രതിപക്ഷത്തോട് കാണിക്കുന്ന നിലപാടെന്താ? ഇവിടെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമെല്ലാം തന്നെ ആയിരക്കണക്കിന് ബൂത്തുകൾ പിടിക്കുന്നുവെന്ന് ഞങ്ങളുടെ പാർട്ടി ആക്ഷേപിച്ചു. അന്വേഷിച്ചോ? അത് സംബന്ധിച്ച് അന്വേഷിക്കാൻ കമ്മീഷൻ ഉണ്ടായോ? അപ്പൊ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ BJP-യെ സംഘപരിവാറിനെ സേവിക്കുന്ന സംവിധാനമാണ്. അവർ അതാണ് ഈ രാജ്യം നടപ്പാക്കുന്നത്. അതിനെ ചെറുക്കുന്നതിന് ഒറ്റക്കെട്ടായിട്ട് എങ്ങനെയാണ് സാധ്യമാവുക? ഇതാണ് ഗൗരവമായിട്ട് പ്രശ്നം. ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ 10 വോട്ടുകളുടെ കാര്യം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, അധികാരം പിടിക്കാൻ എന്ത് വൃത്തികേടുകളും. അതിപ്പോ വോട്ടേ വേണ്ട എന്നുള്ളതാണെങ്കിൽ അത് സ്വീകരിക്കാൻ സന്നദ്ധമാണ്. ഇപ്പോ ഈ കേസ് സുപ്രീം കോടതിയിലുണ്ട്. സുപ്രീം കോടതി വിധി എന്താ? സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് ഇടക്കാല വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താ? ജനങ്ങളുടെ വിശ്വാസം സൂക്ഷിക്കാൻ പാകത്തിൽ സുതാര്യമായിട്ടല്ലാതെ ഒന്നും നടക്കാൻ പാടില്ല. നടക്കുന്നുണ്ടോ? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിരിക്കുന്ന സുപ്രീം കോടതി കൊടുത്തിരിക്കുന്ന മറുപടികൾ വായിച്ചോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആളെ ഒഴിവാക്കാൻ അധികാരമുണ്ട്. ആ ലിസ്റ്റ് ആരോടും ഇത് സുപ്രീം കോടതിയാണ് പറയുന്നത്. ആ ലിസ്റ്റ് ആരോടും പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. അതാണല്ലോ അവർ കൊടുത്തിരിക്കുന്ന മറുപടി. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ പുറത്താക്കിയിരിക്കുന്ന 65 ലക്ഷം വോട്ടർമാരുടെ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് പുറത്താക്കാനുള്ള കാരണം പ്രസിദ്ധീകരിക്കണം. കേസ് നടക്കല്ലേ? ആ കേസ് നടക്കുന്നതിനിടയിലല്ലേ ഡൽഹിയിൽ ഈ പറയുന്ന ഇന്റൻസീവായിട്ടുള്ള റിവിഷൻ നടപ്പാക്കാൻ തീരുമാനിച്ചത്? ഇപ്പൊ കേരളത്തിൽ നാളെ രാഷ്ട്രീയ പാർട്ടികളെ യോഗം വിളിച്ചിരിക്കുകയാണ്. എന്താ ഇലക്ഷൻ കമ്മീഷന്റെ പ്രസ്താവന? ഞങ്ങൾ സുതാര്യമായി ലളിതമായി ഈ കാര്യം നടത്തും. എന്ത് കാര്യം നടത്താൻ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായിട്ടൊരു ബോഡിയാണ്. അവരുടെ നിഷ്പക്ഷത ജനങ്ങൾക്ക് ബോധ്യം വരേണ്ടത്. സുപ്രീം കോടതി അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ജനങ്ങൾ എന്തായാലും വേണ്ടില്ല, രാഷ്ട്രീയ പാർട്ടികൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, നിങ്ങൾ പട്ടികൾ കുരക്കട്ടെ, സാർത്ഥവാഹ സംഘം മുന്നോട്ട് എന്ന് പറഞ്ഞ പോലെ രാജ്യത്തിലെ ജനാധിപത്യത്തെ വ്യഭിചരിച്ച് അതിനെ ന്യായീകരിക്കാൻ നിൽക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് വേണ്ടി വാദിക്കുന്ന ഷാവു പ്രസാദ് അടക്കമുള്ള ആളുകളെ കുറച്ചു കാലം കഴിയുമ്പോൾ, ഇപ്പോ ഹിറ്റ്ലറും മുസോളിനും വന്ന് ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും അധിക്ഷേപിച്ചിരുന്നില്ല. പക്ഷെ നമുക്കറിയാം ഇന്ന് ഈ ലോകത്ത് അതുപോലെ കൊള്ളരുതാത്തവർ വരെ ഉണ്ടായിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാവു പ്രസാദ് അടക്കമുള്ള ആളുകൾ ചരിത്രം അങ്ങനെ രേഖപ്പെടുത്തും.